ഹായ്. ഇന്ന് നമുക്ക് കുറച്ച് മുള്ളൻ എടുത്തിട്ട് നല്ല മുള്ളൻ എടുത്തിട്ട് ഇന്ന് നമ്മൾ മുളക് കറി വെക്കാൻ പോവുക. അടിപൊളി മുള്ളൻ ഇവിടുത്തെ ഇക്ക കൊണ്ടുവന്ന മുള്ളനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മുള്ളൻ എടുത്തിട്ട് മുളകിട്ട് കറി വെക്കാം. നമുക്കിന്ന് നല്ല മുള്ളനാണ്. മുളക് കറി വെച്ചാൽ സൂപ്പറായിട്ടിരിക്കും. അതെ. ഇന്നലെ പിന്നെ മുരിങ്ങാക്കറി ഇന്നലെ മുരിങ്ങയും കറി വെച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇന്ന് മീൻകറി ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് മീൻകറി, പക്ഷെ അതിലേക്ക് തേങ്ങ അരക്കാണ്ട് മുളകിട്ട് വെക്കാം. മുളകിട്ട് വെച്ചാൽ ഇവിടെ ആർക്കും പറ്റില്ല. മുള്ളൻ ഭംഗി കാണുമ്പോൾ എടുത്ത് വെക്കാന്ന് മാത്രം. വരയൊക്കെ ഉണ്ടല്ലോ ഇതില്. ഇത് പന്നിമുള്ളെന്ന് പറയും. പന്നിമുള്ളൻ ഇത് ടേസ്റ്റ് ഇല്ല. ഇത് അപ്പടി മുള്ള കാണുമ്പോൾ ചന്തം കണ്ടെടുക്കാന്ന് മാത്രം. പക്ഷെ അപ്പടി മുള്ളാവും. വേറൊരു മുള്ളനുണ്ട്, ആ മുള്ളന് നല്ല ടേസ്റ്റ്. അപ്പൊ നമുക്കിത് മതി, കണ്ട ഇത്ര മതി. ബാക്കി നമുക്ക് വെക്കാം. നമ്മളത്തെ ഫ്രിഡ്ജിൽ വെക്കാൻ പോകട്ടാ. വേറെന്തൊക്കെ മീനുണ്ടമ്മ? വേറെ ചാളുണ്ട്, ചാളുണ്ട്, മുള്ളനുണ്ട്. അത്ര ഉള്ളൂന്ന്. കച്ചവടം ഇല്ല, മല സീസണല്ലേ. പാവം പുലർച്ചെ എണിച്ച് പോയി മാർക്കറ്റിൽ പോയി മീനെടുത്ത് വന്ന് ഒന്നും വിറ്റില്ലടി, ആരും മേടിക്കണില്ലടി എന്ന് പറയുമ്പോഴേ വല്ലാത്തൊരു വിഷമം കേൾക്കുമ്പോൾ. എന്താ ചെയ്യുക, എല്ലാ കച്ചവടക്കാർക്കും വരുന്നൊരു അടിയാണത്. അപ്പോൾ നമുക്ക് മാത്രമല്ല, എല്ലാ കച്ചവടക്കാർക്കും വരുന്ന അടിയാണ്. അപ്പോൾ ഈ സീസൺ കഴിഞ്ഞാലൊക്കെ നല്ല കച്ചവടം കിട്ടും. ആൾക്കൊക്കെ നല്ല കച്ചവടം കിട്ടിയതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ആണ്, നമുക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ഉള്ളതാണത്. അപ്പോൾ കച്ചവടം ചൊവ്വില്ല എന്നാണ്. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്തേക്ക്. അത് കാരണമാണ് നമുക്ക് പുറത്തകത്ത് വെച്ചിട്ട് മീൻകാരിയാക്കാലൊന്നും എനിക്കിഷ്ടാവില്ല. പക്ഷെ അവിടെ ചവിട്ടുപടിയിൽ അവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഒക്കെ നനയും. അപ്പോൾ പിന്നെ നമ്മൾ അകത്തന്നെ വെച്ചിട്ട്, പിന്നെ മുള്ളനൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നിട്ടൊക്കെ നേരെ ശരിയാക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും എനിക്കിഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അകത്തിരുന്നിട്ട് മീൻകാരിയാക്കുന്നത്. ഇതിലിതൊന്നും കളയണ്ടേ? ഏത് ചെകള്? ഇതിൽ ചെതുമ്പലുണ്ടാവില്ല, കണ്ട മുള്ളനിൽ ചെതുമ്പലുണ്ടാവില്ല. പക്ഷെ ഇത് പന്നി മുള്ളനായതുകൊണ്ടേ ഇതൊക്കെ വല്ലാത്ത കൊമ്പ് പോലെയാ, മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, കയ്യിലൊക്കെ കുത്തി കയറും. ഇങ്ങനെയല്ലേ മുള്ളനൊക്കെ മുള്ളൻ നേരെയാക്കണത്? ഇങ്ങനെയല്ലേ? നിങ്ങളെങ്ങനെയാ നേരെയാക്കണ? ഒന്ന് കമന്റ് അറിയിക്കണേ. ആ ചെക്കൻ ചോറിനിട്ട് ഇന്ന് മാന്തളാണ് കേട്ടാ. ഇന്ന് പുളിച്ചാറാണ് കേട്ടാ, മുട്ട വറുത്താണ് കേട്ടാ. നിങ്ങൾക്ക് എന്താ? നിങ്ങളൊന്ന് കമ്പനി അറിയിക്കണേ എന്ന് പറയണ പോലെ. മീൻ ഇങ്ങനെയല്ലേ നേരാക്ക? അതെ, ഞാൻ ഇങ്ങനെയാ നേരാക്കുക കേട്ടാ. നിങ്ങളൊക്കെ എങ്ങനെയാ നേരാക്കാന്ന് എനിക്കറിയില്ല. ചിലവര് കണ്ടിട്ടുണ്ട് മുള്ളൻ്റെ തലയൊക്കെ അത് ഉണക്കാണ് തോന്നുന്നുണ്ട്. നമ്മൾ ഉണക്കും ഇങ്ങനെ തന്നെ നേരാക്കുക, പച്ച ഇങ്ങനെ തന്നെ നേരാക്കുക. തലയൊന്നും എടുക്കൂല. അയിലിയുടെ ആയാലും മുള്ളൻ്റെ ആയാലും എന്തിൻ്റെയും ചാളയുടെ ആയാലും തലയൊന്നും എടുക്കൂല. ചിലവർ തലയൊക്കെ എടുക്കണം കണ്ടിട്ടുണ്ട്. ചിലവർ ഓരോരുത്തരും ഓരോ രീതി. നമ്മളെ രീതിയിൽ നമുക്കിത് പൊട്ടിക്കാൻ പറ്റണില്ല, കയ്യുമ്മ കുത്തി കയറും. അല്ലോ അങ്ങനെ. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ പോവാം. ഇത് പച്ചമുളക് പേസ്റ്റ്, ഇത് ഇഞ്ചി പേസ്റ്റ്, ഇത് വെളുത്തുള്ളി പേസ്റ്റ്. ഒരു വട്ടം അരച്ചപ്പോൾ പിന്നെ ഒരു വട്ടം അരക്കുകയല്ല, നമ്മൾ ഇതൊക്കെ അങ്ങനെ മീൻ പൊരിക്കാനും അതുപോലെ കറികൾക്ക്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ മേടിക്കും. ഇടയ്ക്കിടയ്ക്കാന്നല്ല, വല്ലപ്പോഴും ചിക്കനൊക്കെ മേടിക്കുമ്പോഴും ഇതൊന്നും എടുത്തിട്ട് മീൻ കറിക്കായാലും മറ്റേ മസാലക്കറിയൊക്കെ വെക്കുകയാണെങ്കിലും ഓരോ തരീസ് എടുത്തിട്ട് ഇടാല്ലേ പെട്ടെന്ന്. ആ നേരം കൊണ്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒരു തരിയൊന്നും അരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കുറേ ദിവസം ഇത് ഇരിക്കും, ഒരാഴ്ചക്കൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മളുടെ മുളക് കറിയൊക്കെ ഒന്നും കൂടി കട്ടി വേണം. നല്ലോണം കട്ടിയായി, ഇത്ര കട്ടി വേണ്ട, ഒന്നും കൂടി കട്ടി കുറയ്ക്കാം. നമുക്ക് കുറച്ചരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി കട്ടി കുറയ്ക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇനി ഈ മുളക് ചാറ് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ആകട്ടെ. അപ്പം മുളകിടണ്ടേ? മുളകിടല്ല, മീനിടണ്ടേ? മീൻ കറി തിളച്ച് നല്ലപോലെ വറ്റാറാകുമ്പോൾ മീനിട്ടിട്ട് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് ഇറക്കും. സോ സിമ്പിൾ. ഭംഗിയുണ്ടോ? അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ആയി വരട്ടെ. നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടണം. ഇറക്കി നോക്കട്ടെ ഞാൻ. ആഹാ,
എരു പുളി ഉപ്പ് കറക്റ്റ്. ശോ, എനിക്ക് വയറ് വെള്ളം വരുന്നല്ലേ നക്കിയപ്പോൾ. അപ്പോൾ നമ്മളെ മുളക് കറിയൊക്കെ ഇവിടെ ഒന്ന് വെന്ത് ഒന്ന് കറിയൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. എൻ്റെ മാപ്പിള കച്ചവടം കഴിഞ്ഞ് വന്ന ആൾക്കൊന്ന് കഞ്ഞിയാണ് കൊടുക്കണമെന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ലപോലെ വറ്റിക്കണ്. ഇനി നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് മുളക് ചാറ് വെച്ചാൽ മുള്ള നല്ല ടേസ്റ്റാണ്. പക്ഷെ എനിക്കിഷ്ടമാണ് മുളക് ചാറ് വെച്ചിട്ട് മുള്ളൻ. വേറെ ഏത് മീനും മുളക് ചാറ് വെച്ചാൽ എനിക്കിഷ്ടമല്ല. പക്ഷെ ഇവർക്കൊന്നും മുളക് ചാറ് വെച്ചാൽ ഇഷ്ടമല്ല മുള്ളൻ. ഇവർക്ക് പൊരിച്ചിട്ട് കൊടുത്താൽ ഇവർക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പൊരിക്കണ്ട. മുളക് ചാറ് വല്ലപ്പോഴും അല്ലേ അപ്പോഴൊക്കെ നമുക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മുള്ളനൊക്കെ നല്ലപോലെ ഒന്ന് കണ്ടുന്ന് വെന്ത് ഒന്ന് വറ്റട്ടെ. ചക്ക നമ്മുടെ മരത്തിനത്തെ അത്തിച്ചക്കയാണ്. വിശന്നപ്പോൾ ആളിരുന്നിട്ട് കഴിക്കുകയാണ്. അപ്പോഴേക്കും കഞ്ഞിയൊക്കെ ഞാൻ എടുത്ത് ചൂടാറാൻ വെച്ചിരിക്കുന്നത്. കഞ്ഞിയൊക്കെ ദേ എടുത്തിട്ട് ചൂടാറാൻ വെച്ച് പ്ലേറ്റും കൊണ്ടുവച്ചിട്ട് ഇരിപ്പാണ്. ഒഴിച്ചമ്മ നല്ലപോലെ കഞ്ഞിയൊക്കെ ഒന്ന് എല്ലാവർക്കും കഞ്ഞിയാണ്. അപ്പോൾ നല്ല രസമുണ്ട്. നമ്മൾ കഞ്ഞിയൊന്നും കാലത്തനുസരിച്ച് കഞ്ഞിയൊന്നും കുടിക്കാറില്ല. അത് ആദ്യമായിട്ടല്ല തണുത്ത ചോറ് തിന്നാലും ചൂടുള്ള കഞ്ഞി അങ്ങനെ പതിവില്ല. അപ്പോഴും തണുത്ത ചോറ് കഴിക്കും. തലേദിവസത്തെ തണുത്ത ചോറൊക്കെ ഞങ്ങൾ കഴിക്കും. പക്ഷെ ചൂട് കഞ്ഞി അങ്ങനെ ആർക്കും ഉള്ളൊരു പരിചയമില്ല, കഴിച്ചിട്ടുള്ളൊരു ശീലമില്ല. ചായയുടെ കടി എന്തെങ്കിലും അങ്ങനെ. പിന്നെ എത്ര വിശന്നാൽ മാത്രം തണുത്ത ചോറുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്ത് കഴിക്കാറുണ്ട്. തലേദിവസം വെച്ച തണുത്ത ചോറ്, അല്ലാണ്ട് ചൂട് കഞ്ഞി അങ്ങനെ കുടിക്കില്ല. ഇന്ന് നമുക്ക് ചൂട് കഞ്ഞിയാണ്. അപ്പോൾ നമ്മളെ മുളക് കറിയൊക്കെ നല്ലപോലെ വറ്റിക്കണ്. മറ്റി മീനൊക്കെ വെന്ത് ഇതാ കണ്ടില്ലേ. നമ്മുടെ മുളക് കറിയൊക്കെ നല്ലപോലെ വറ്റി ചാറൊക്കെ കുറുകി. ഇതാണ് നമുക്ക് അളവ്. ഇനി പറ്റിയാൽ ശരിയാവില്ല. ഇതാണ് നമുക്ക് അച്ചാറ് പോലെ ഉണ്ടാവും. അപ്പോൾ എന്താ അതിൽ കുറവെന്ന് നമുക്കൊന്ന് കുടിച്ചു നോക്കാം. അയ്യോ, തരി ഉപ്പ് വേണം. ബാക്കിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു വിട്ടാൽ, വെളിച്ചെണ്ണ ഒഴിച്ചത് ഇതിൽ കാണിച്ചില്ല, വീഡിയോയിൽ കാണിച്ചില്ല. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ അതേ വെളിച്ചെണ്ണ ഇപ്പോൾ തെളിഞ്ഞ് കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് മുളക് ചാറിന് ഇനി കറി വറ്റേണ്ട ആവശ്യമില്ല. വറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് വറ്റണ്ട. ഇതാണ്ട നല്ലപോലെ കുറുകിയിട്ടുണ്ട് ചാറ്. ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കണം. ഇനി ഇതും കൂട്ടിയിട്ട് കഞ്ഞി കൂട്ടി. അപ്പം ഇന്ന് മുളക് കറി കൂട്ടിയിട്ട് പറഞ്ഞു പോകണ്ട. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് എൻ്റെ മാപ്പിളക്ക് ഫസ്റ്റ് കൊടുക്കട്ടെ. പാവമല്ലേ, കച്ചവടം കഴിഞ്ഞ് വന്നിട്ട് ആൾക്ക് എന്താന്നാ ഇന്നലെ മുരിങ്ങ കൂട്ടാൻ വെച്ചത്. ഇന്നലെ മുരിങ്ങയും പരിപ്പും കൂട്ടാൻ വെച്ചാണിത്. അപ്പം നമ്മൾ ഇന്ന് മീൻ പൊരിച്ചിട്ട് ഇത് മതിയെന്ന് വെച്ചതാണ്. മുള്ളൻ കണ്ടപ്പോൾ എനിക്കൊരു പൂതി, കുറച്ച് മുള്ളനെടുത്തിട്ട് മുളകിട്ട് കറി വയ്ക്കാറുണ്ട്. അതുകൊണ്ട് മുളകിട്ട് മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്, പൊരിച്ചിട്ടില്ല. അതിന് ചോറിനുമ്പോൾ പൊരിക്കും. ഇപ്പം കഞ്ഞിക്കാണിത്. ചോറ് വയ്ക്കണ നേരമായി. ആളിപ്പോൾ വന്നല്ലേ, അപ്പം നമ്മൾ കഞ്ഞി കൊണ്ടെടുക്കും. അപ്പം കാലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. കാലത്തെ വിശേഷങ്ങൾ ഇപ്പം ഇതാണ്. ഇന്ന് കഞ്ഞി, അതേപോലെ മുളക്, മുള്ളൻ മുളകിട്ട് വെച്ചത് ഇതൊക്കെയാണ് കാലത്ത്. പറഞ്ഞാൽ കാലത്ത് തന്നെ ഒരു 12 മണിയൊക്കെ ആയി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കലൊക്കെ 3 മണിക്കൊക്കെ ആവും. അപ്പോൾ ചെറിയൊരു വിശപ്പ് വന്നപ്പോൾ അങ്ങനെ കഞ്ഞി കുടിച്ചു മാത്രം. വേറെ കുഴപ്പമൊന്നും. നല്ല രസമുണ്ട്. മുളക് ആത്തച്ചക്കയൊക്കെ തിന്ന് കുറച്ച് നേരത്തെ, അതാണ് കുറച്ച് നല്ല രസമുണ്ട്, ടേസ്റ്റും ഉണ്ട് കഞ്ഞി. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ന് മുളക് കറിയും കഞ്ഞിയും നല്ല ഉഷാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ വീഡിയോ ഇതുപോലെ ഒരു കഞ്ഞിയും മുളക് കറിയും മുള്ളൻ മുളകിട്ട് ഇതുപോലൊരു കഞ്ഞിയും കൂടി കുടിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ കുടിച്ചപ്പോഴാണ് കഞ്ഞിയുടെ ഒരു ഇതറിയണത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. റേഷനരി മട്ടയരി കഞ്ഞി എന്ത് ടേസ്റ്റാണ്. എന്നാൽ ശരി, ബൈ.